ഓരോ ദിവസവും ഇസ്രായേൽ ഗാസയിലും പാലസ്തീനിലും ബോംബുകൾ വർഷിച്ച് മനുഷ്യരെ കൊല്ലുമ്പോ, എടോ നിങ്ങളുടെ സൗദി അറേബ്യ എവിടെ? നിങ്ങളുടെ തുർക്കി എവിടെ? നിങ്ങളുടെ ഈജിപ്ത് എവിടെ? നിങ്ങളുടെ ഗൾഫ് നാടുകൾ എവിടെ? ഈ മലപ്പുറം ജില്ല ഏതാണ്ട് 45-50 ലക്ഷത്തോളം ഉണ്ട് ഇവിടുത്തെ ജനസംഖ്യ. അതിൽ 70% മുസ്ലിങ്ങളാണ്, 27% ഹിന്ദുക്കൾ, 2-2.5% ക്രൈസ്തവർ. ഈ ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടാണ് UDF-ഉം LDF-ഉം തമ്മിൽ വ്യത്യാസമുള്ളത്? 2 ലക്ഷം വോട്ട്. 2 ലക്ഷം വോട്ട്. അതിനർത്ഥം ഇവിടെ എല്ലാ മതജാതി വിഭാഗങ്ങളും ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുകയും ഇടതുപക്ഷത്തിന്റെ വാദങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. BJP-ക്കാരും മറ്റാരും വോട്ട് ചെയ്യില്ലല്ലോ. BJP-ക്ക് കിട്ടുന്ന വോട്ട് എവിടെ നിന്നാണ് എന്ന് നമുക്കറിയാമല്ലോ. ആ വോട്ട് കിഴിച്ചാൽ ബാക്കി വോട്ടും ഈ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗങ്ങളിൽ പെടുന്ന മതേതരവാദികളുടെ വോട്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, CPIM-ന് ശക്തമായിട്ടുള്ള കരുത്ത് കിട്ടുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന മനുഷ്യരാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും ഓർക്കുക. ലീഗ് വിചാരിക്കും മുസ്ലിങ്ങളെല്ലാം ലീഗിലാണ് അണിനിരന്നിരിക്കുന്നത് എന്ന്. മുസ്ലിങ്ങളെല്ലാം ലീഗിൽ അണിനിരന്നിരുന്നു എങ്കിൽ എങ്ങനെ ഈ തൃപ്രങ്ങോട് പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കും, CPIM ഭരിക്കും? എങ്ങനെ വെട്ടം പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കും, CPIM ഭരിക്കും? എങ്ങനെ തവനൂർ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിക്കും, CPIM ഭരിക്കും? ഈ രാജ്യത്ത് നാനാജാതി മതസ്ഥരെ ഒരു കുടക്കീഴിൽ നിർത്താൻ CPIM-ന് കഴിയും. മതജാതി വ്യത്യാസമില്ലാതെ അവരെ ഒന്നിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ചരിത്ര ദൗത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക. സോവിയറ്റ് റഷ്യ ഇല്ലാതാക്കിയിരുന്നു, കമ്മ്യൂണിസ്റ്റ് ചേരിയെ ദുർബലമാക്കിയിരുന്നു. എന്നിട്ട് എന്ത് നേടി? സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്തുള്ള ലോകത്തിന്റെ രാഷ്ട്രീയ സമാധാനാവസ്ഥയും ഇപ്പോഴത്തെ സാഹചര്യവും ഒന്ന് നിങ്ങൾ തുലനം ചെയ്തു നോക്കൂ. സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസ്റ്റ് ചേരി ശക്തമായി നിലനിന്നിരുന്ന കാലത്ത് ലോകത്ത് അമേരിക്കയുടെ താന്തോന്നിത്തവും തോന്നിവാസവും നടന്നിരുന്നോ? സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് ചേരിയും ഉണ്ടായിരുന്നെങ്കിൽ ഇറാഖിലേക്ക് ഏകപക്ഷീയമായി അമേരിക്ക പടയെ പറഞ്ഞയക്കുമായിരുന്നോ? സദ്ദാം ഹുസൈനെ ഒരു പെരുന്നാളിന്റെ തലേ ദിവസം പിടികൂടി ലോകത്തെ മുഴുവൻ കാണിച്ചുകൊണ്ട് തൂക്കിലേറ്റുമായിരുന്നോ? അവിടെ ചാടി വീഴാൻ കമ്മ്യൂണിസ്റ്റ് റഷ്യ ഉണ്ടായിരുന്നെങ്കിൽ മുതിരുമായിരുന്നില്ലേ? കമ്മ്യൂണിസ്റ്റ് റഷ്യ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് അമേരിക്കയുടെ താന്തോന്നിത്തം ഇറാഖിൽ നടന്നത്. അവിടുത്തെ പ്രസിഡന്റിനെ തൂക്കിലെത്തിയത്. 40 കൊല്ലം ലിബിയ ഭരിച്ച ലിബിയയുടെ പ്രസിഡന്റ് കേണൽ മുഹമ്മദ് ഗദ്ദാഫിയെ തെരുവിലൂടെ നടത്തിച്ച് പിന്നിൽ നിന്ന് പിച്ചാത്തിക്കൊണ്ട് കുത്തി മലർത്തി അങ്ങാടിയിലെ ഒരു ഇറച്ചിക്കടയുടെ ഫ്രീസറിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ചു. കുടുംബക്കാർക്ക് പോലും കൊടുക്കാതെ അതെവിടെയോ കൊണ്ടുപോയി അമേരിക്ക നശിപ്പിച്ചു. ലിബിയയിലേക്ക് ഏകപക്ഷീയമായി അമേരിക്കക്ക് പട്ടാളത്തെ പറഞ്ഞയക്കാനും 40 കൊല്ലം ഒന്നുമല്ലാതിരുന്ന ലിബിയയെ പുരോഗതിയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ കേണൽ മുഹമ്മദ് ഗദ്ദാഫിയെ അമേരിക്ക കൊല്ലുകയും ചെയ്യുന്ന സ്ഥിതി സോവിയറ്റ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് ചേരിയും ഉണ്ടായിരുന്നു എങ്കിൽ അമേരിക്കക്ക് സാധിക്കുമായിരുന്നോ? അഫ്ഗാനിസ്ഥാനിലേക്ക് പടയെ പറഞ്ഞയക്കുമായിരുന്നോ? ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളുമായിരുന്നോ അവിടെ അമേരിക്കയും സഖ്യശക്തികളും? സോവിയറ്റ് യൂണിയൻ ഇല്ലാത്തതിന്റെ നഷ്ടം ആർക്കാണ്? പാലസ്തീനിലും ഗാസയിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരമേധം ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയില്ലേ? ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നു അവർ. ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ കൊലപ്പെടുത്തിയവർ.
നൂറ്റാണ്ടുകൾ കൊണ്ട് പടുത്തുയർത്തിയ സാംസ്കാരിക നഗരങ്ങൾ മുഴുവൻ ബോംബിട്ട് നിലംപരിശാക്കി ഒരു പിടി ചാരമാക്കി ഇസ്രായേൽ. എടോ നോ എന്ന് പറയാൻ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടായോ, ഒരു ചേരിയുണ്ടായോ? സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോ കൈയടിച്ചാഹ്ലാദിച്ചവർ ഈ നാട്ടിലുണ്ടല്ലോ. അവരോട് ഞാൻ ചോദിക്കുന്നു, കമ്മ്യൂണിസത്തിന്റെ ചരമക്കുറിപ്പ് എഴുതി കഴിഞ്ഞു എന്ന് ആഹ്ലാദിച്ചു പറഞ്ഞവരുണ്ടല്ലോ ഈ നാട്ടിൽ. അവരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആരെ പ്രതീക്ഷിച്ചായിരുന്നു ഈ ആഹ്ലാദമൊക്കെ നടത്തിയത്? എന്താണ് നിങ്ങൾ അന്ന് പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് റഷ്യ ഇല്ലാതായിക്കോട്ടെ, മുസ്ലിം രാജ്യങ്ങളുണ്ട് ഇവിടെ. സൗദി അറേബ്യയുണ്ട്, ഈജിപ്തുണ്ട്, തുർക്കിയുണ്ട്, മൊറോക്കോയുണ്ട്. അവരൊന്ന് വിരലിഞ്ഞൊടിച്ചാൽ അമേരിക്കയുടെ എല്ലാ കുതന്ത്രങ്ങളും അവസാനിക്കുമെന്നല്ലേ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോ കൈയടിച്ച് ഈ രാജ്യത്തുള്ള മുസ്ലിം വർഗീയവാദികൾ രാജ്യത്തോട് പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത്? എടോ, നിങ്ങളുടെ സൗദി അറേബ്യ എവിടെ? നിങ്ങളുടെ തുർക്കി എവിടെ? നിങ്ങളുടെ ഈജിപ്ത് എവിടെ? നിങ്ങളുടെ ഗൾഫ് നാടുകൾ എവിടെ? ഓരോ ദിവസവും ഇസ്രായേൽ ഗാസയിലും പാലസ്തീനിലും ബോംബുകൾ വർഷിച്ച് മനുഷ്യരെ കൊല്ലുമ്പോ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ ലോകത്ത് ഒരു ഭരണകർത്താവുണ്ടോ? ഉണ്ടെങ്കിൽ പറ. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ നിലനിന്നിരുന്നു എങ്കിൽ ഇങ്ങനെ അമേരിക്കക്കും ഇസ്രായേലിനും തോന്നിവാസം ചെയ്യാൻ സാധിക്കുമായിരുന്നോ? കുറച്ച് പൈസ തരും അറബികൾ. പൈസ കൊണ്ടായോ? പണത്തിന്റെ കെട്ടുണ്ടാക്കി, ദീനാറിന്റെ കെട്ടുണ്ടാക്കി ബോംബിനെ തടുക്കാനാകുമോ? സൈന്യത്തിന് സൈന്യം വേണം, ആയുധത്തിന് ആയുധം വേണം. ഇത് രണ്ടും ഉണ്ടായാൽ പോരാ, ശക്തമായി ഇടപെടാനുള്ള നട്ടെല്ല് വേണം. അതുണ്ടോ? നിങ്ങൾ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ച നാടുകൾക്ക് പ്രാർത്ഥന കൊണ്ട് മാത്രം പാലസ്തീനിലെ നല്ലവരായിട്ടുള്ള മനുഷ്യരെയും കുട്ടികളെയും രക്ഷിക്കാനാവില്ല കൂട്ടരെ. ആ വസ്തുത നിങ്ങൾ തിരിച്ചറിയുക. പ്രാർത്ഥനയുടെ കൂടെ പ്രവൃത്തിയും വേണം. പ്രവർത്തിക്കലായിരുന്നു ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് ചേരിയുടെയും ധർമ്മം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്, ഒരു ശക്തി ശക്തിപ്പെട്ടു വരുമ്പോ മറ്റൊരു ശക്തിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നാം ആ ശക്തിയെ പ്രതിരോധിക്കും എന്ന്. അമേരിക്കയുടെ അപ്രമാദിത്വത്തെ, ലോകത്തിന്റെ പ്രപഞ്ച നിയമം പ്രതിരോധിച്ചത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ചേരിയിലൂടെയാണ്. ആ ചേരിയെ തകർക്കാൻ, ഗോർബച്ചേവിനെ വിലക്കെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് റഷ്യയെ ഇല്ലാതാക്കാൻ അമേരിക്കയുടെ കൂടെ ചൂട്ടുപിടിച്ചു കൊടുത്തത്, അവർക്ക് കൂട്ടുനിന്നത്, മുസ്ലിം സമുദായത്തെ, ഇസ്ലാമിനെ ഒറ്റുകൊടുത്തത് മുസ്ലിങ്ങളിലെ തന്നെ മതാന്ധതയുടെ ശക്തികളാണ്, മതഭ്രാന്തന്മാരാണ് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. സോവിയറ്റ് യൂണിയൻ തകർന്നാൽ എന്ത് ചുക്കാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചവർ ഇന്നിവിടെ എവിടെ? അവർ കേരളത്തിലെ ഇടതുപക്ഷം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നാൽ ഒന്നും സംഭവിക്കില്ല, ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയുന്നവരോട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇതുപോലെയാണ് നിങ്ങൾ സോവിയറ്റ് യൂണിയൻ തകരുമ്പോഴും പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് മുസ്ലിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നാൽ, ഇല്ലാതായാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി താഴെ കിടന്ന് ആരെങ്കിലും ചവിട്ടുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കുറപ്പിക്കാം, ഈ രാജ്യം വർഗീയവാദികളുടേതായി കഴിഞ്ഞിരിക്കുന്നു എന്ന്. മതാന്ധത കൈവശം വെച്ചവരുടേത് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്. ആരുണ്ടാകും? ഡൽഹിയിൽ മുസ്ലിങ്ങളുടെ ഗല്ലികൾ തകർക്കാൻ വേണ്ടി JCBയുടെ തുമ്പിക്കൈ താഴ്ന്നപ്പോ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു കോടതി വിധിയും വാങ്ങി അങ്ങോട്ട് ഓടിയെത്തി ആ തുമ്പിക്കൈന്റെ മുന്നിൽ നിന്നുകൊണ്ട് നോ എന്ന് പറയാൻ സഖാവ് ബൃന്ദ കാരാട്ടാണ് ഉണ്ടായത് എന്നുള്ളത് മറന്നു പോകരുത് ജമാഅത്തെ ഇസ്ലാമിക്കാർ, മറന്നു പോകരുത് SDPIക്കാർ, മറന്നു പോകരുത്
മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ. എത്ര എം പിമാരുണ്ടായിരുന്നു ലീഗിന്? ഡൽഹിയിൽ എം പിമാരുടെ മൂക്കിന് താഴെ ബുൾഡോസർ വെച്ച് മുസ്ലിങ്ങളുടെ വീടുകളും കടകളും തല്ലിത്തകർക്കുമ്പോ, തച്ചുടക്കുമ്പോ അവിടെ ചെന്ന് നിന്ന് പാടില്ല എന്ന് പറയാൻ എന്തേ ലീഗിന്റെ എം പിമാർക്ക് കഴിഞ്ഞില്ല? സഖാവ് ബൃന്ദാക്കാരാട്ട് വേണ്ടി വന്നില്ലേ അങ്ങനെ ഒന്ന് പറയാൻ? ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരില്ലാതായാൽ, ഇടതുപക്ഷം ദുർബലമായാൽ സഖാവ് ബൃന്ദാക്കാരാട്ടിന്റെ ധർമ്മം ആര് നിർവഹിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? സോണിയാഗാന്ധി നിർവഹിക്കുമോ? പ്രിയങ്ക ഗാന്ധി നിർവഹിക്കുമോ? ഇല്ല കൂട്ടരെ. ബാബറി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി അവിടെ ക്ഷേത്രം പണിയുന്ന സ്ഥിതി ഉണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ RSSനും BJPക്കും വലിയ കരുത്തു പകർന്നത്. നരസിംഹറാവു അതിന് കൂട്ടുനിന്നു. നരേന്ദ്രമോദിക്ക് 3-ാം ഊഴം ഇന്ത്യയിൽ നേടിക്കൊടുത്തത് ബാബറി മസ്ജിദിന്റെ തകർച്ചയായിരുന്നു. അന്ന് 1000 പട്ടാളക്കാരെ ആ പള്ളിയുടെ ചുറ്റും നിർത്തി തോക്ക് കൊടുത്തിരുന്നു എങ്കിൽ പള്ളി തകർക്കപ്പെടുമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന്റെ പട്ടാളത്തെ നോക്കുകുത്തിയാക്കി ഞങ്ങൾ ബാബറി മസ്ജിദിന്റെ കുംഭഗോപുരങ്ങൾ തകർത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഞങ്ങൾ പിടിക്കും. ഇന്ദ്രപ്രസ്ഥയിൽ BJPയുടെ പ്രധാനമന്ത്രി വരും എന്ന് RSSും BJPയും ലോകത്തോട് പറഞ്ഞപ്പോ ലോകം അത് വിശ്വസിച്ചു. മാലദ്വീപിലാണ് ഒരു പട്ടാള അട്ടിമറി ഉണ്ടായത്. അവിടുത്തെ കയ്യൂം എന്ന് പറയുന്ന പ്രസിഡന്റിനെ സ്ഥാനഭ്രഷ്ടനാക്കി. ഇന്ത്യയുടെ സുഹൃത്താണ് മാലദ്വീപ്. ഇന്ത്യൻ പട്ടാളം മിരച്ചെത്തി മാലദ്വീപിൽ 3 മണിക്കൂർ കൊണ്ടാണ് തീവ്ര സ്വഭാവമുള്ളവരെ നിലംപരിശാക്കി കയ്യൂമിനെ മാലദ്വീപിൽ പുനഃപ്രതിഷ്ഠിച്ച് 3 മണിക്കൂർ കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യൻ സേന തിരിച്ചെത്തി. അത്രയ്ക്ക് ശക്തമാണ് ഇന്ത്യയുടെ പട്ടാളം. ആ ഇന്ത്യയുടെ പട്ടാളത്തെ ബാബറി മസ്ജിദിന്റെ ചുറ്റും 1000 പേരെ തോക്ക് കൊടുത്ത് നിർത്തിയിരുന്നു എങ്കിൽ LK അദ്വാനിയും ഉമാഭാരതിയും ബാബറി മസ്ജിദിന്റെ അങ്കണത്തിലേക്ക് കടക്കുമായിരുന്നു. ബാബറി മസ്ജിദ് പൊളിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യ ഭരിക്കും എന്ന് RSSും BJPയും രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞപ്പോ ജനങ്ങൾ അത് വിശ്വസിച്ചു. അന്ന് അതിനെ പ്രതിരോധിച്ചിരുന്നു എങ്കിൽ BJPയും RSSും ഇങ്ങനെ രാജ്യത്ത് വളരുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. ബാബറി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിതു. രാമക്ഷേത്രം പണിതു കഴിഞ്ഞതിന് ശേഷം രാജ്യം മുഴുവൻ എന്താണ് BJP പ്രചരിപ്പിച്ചത്? രാമക്ഷേത്രം പണിയപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ അവസാനത്തെ ആഗ്രഹാഭിലാഷവും പൂർത്തീകരിച്ചിരിക്കുന്നു BJP. നമ്മൾ വിചാരിച്ചു BJPക്ക് ഈ തവണ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച നേട്ടമായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്ന്. UPയിൽ പോലും BJP എത്രമാത്രം പിറകിലേക്ക് പോന്നു. ബാബറി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിയപ്പെട്ട അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് പാർലമെന്റ് മണ്ഡലത്തിൽ BJP തോറ്റമ്പിയില്ലേ? BJP തകർന്നടിഞ്ഞില്ലേ? 60,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാമക്ഷേത്രം നിലകൊള്ളുന്ന ബാബറി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് പണിത രാമക്ഷേത്രത്തിന്റെ മണ്ണിൽ BJP തോറ്റു തൊപ്പിയിട്ടത്. ഈ രാജ്യത്തുള്ള ഹിന്ദുമത വിശ്വാസികൾക്ക് രാമക്ഷേത്ര നിർമ്മാണത്തിൽ വല്ല ആവേശവും ജനിച്ചിരുന്നു എങ്കിൽ രാമക്ഷേത്രത്തിന്റെ മണ്ണിൽ BJP തോൽക്കുമായിരുന്നു. 90%-ത്തിലധികം ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഹിന്ദുമത വിശ്വാസികളാണ്, അല്ലാതെ മുസ്ലിങ്ങളല്ല. 90%-ത്തിലധികം ഹിന്ദുമത വിശ്വാസികളുള്ള ഫൈസാബാദ്, അയോധ്യ ഉൾക്കൊള്ളുന്ന രാമക്ഷേത്രം നിലകൊള്ളുന്ന മണ്ണുൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ BJP 60,000-ത്തിലധികം വോട്ടിന് തോറ്റു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോലും പറഞ്ഞത് എന്താണ് നമ്മളോട്? ആ ക്ഷേത്രം ഹിന്ദുക്കളുടെ ആഗ്രഹപ്രകാരമാണ് നിർമ്മിക്കുന്നത്, അതുകൊണ്ട്
അതിനെ സംബന്ധിച്ചൊന്നും പറയേണ്ട. ഈ രാജ്യത്തുള്ള ഹൈന്ദവ മതവിശ്വാസികളെ കുറിച്ച് എന്താണ് പാണക്കാട് തങ്ങൾ കരുതിയത്? പാണക്കാട് തങ്ങളെ അത് ഹിന്ദു മതവിശ്വാസികളുടെ ആഗ്രഹവും അഭിലാഷവുമായിരുന്നു എങ്കിൽ എങ്ങനെയാണ് ആ ക്ഷേത്രത്തിന്റെ മണ്ണിൽ BJP തോറ്റമ്പിയത്? ഹിന്ദു മതവിശ്വാസികൾ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കപ്പെടുന്ന ഘട്ടത്തിൽ അതിനെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ്. അതാണ് ഇന്ത്യയിലെ ഹിന്ദു മതവിശ്വാസികളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അവര് പള്ളി തകർക്കുന്നവരുടെ കൂടെ നിന്നിട്ടുള്ളവരല്ല. അവര് ഈ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ കലാപങ്ങൾ നടത്തുന്നവരുടെ കൂടെ നിലയുറപ്പിച്ചിട്ടുള്ളവരല്ല. അതിനെതിരായ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. അവരെന്നും അങ്ങനെയേ ചെയ്തിട്ടുള്ളൂ. അതാണ് നമ്മളുടെ രാജ്യം. ആ ഇന്ത്യയെയാണ് മതഭ്രാന്തിന്റെ വിളനിലമാക്കി RSSും BJPയും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും കാസക്കാരും മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനെതിരായി ഒറ്റക്കെട്ടായി നമ്മൾ നിലകൊള്ളണം. ഈ ചെങ്കൊടി നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇടതുപക്ഷത്തെ നിങ്ങൾ നെഞ്ചേറ്റുക. ഈ ചെങ്കൊടി താഴ്ന്നു പറക്കുന്ന അന്ന് ഈ നാട്ടിൽ മതേതരത്വം കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഒരു ദുർദിനം വരാതിരിക്കാൻ ആത്മാർത്ഥതയോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. മതാതീതമായി വിശ്വാസങ്ങളെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ മതവിഭാഗക്കാർക്കും രാജ്യത്ത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉള്ളിൽ ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിച്ച ഒരു സംഘമാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ ഇടതുപക്ഷത്തെയും CPIMനെയും ഹൃദയത്തിൽ പേറി മുന്നോട്ട് കുതിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധമാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.